നമസ്കാരം, ഞാൻ നീത ചർത്തി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്ലോകം ചൊല്ലാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തട്ടിക്കുമ്പിടലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. തട്ടിക്കുമ്പിടൽ എന്തിനാണെന്നുള്ളതും ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ് കൂടിയും കണ്ടതിന് ശേഷം വേണം ഇത് കാണാനായിട്ട്. ഓക്കെ, നമ്മൾ ഈ തട്ടിക്കുമ്പിട്ടതിനൊക്കെ ശേഷം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാം, വാമപ്പ് എക്സസൈസ് ഡാൻസിന് വരുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ മുന്നേ മാത്രം ചെയ്യേണ്ടതല്ല. അത് ഡെയിലി അതൊരു ഹാബിറ്റായി മാറണം. ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? എക്സസൈസുകൾ ചെയ്യണം. അതുതന്നെയാണ് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. ഡെയിലി എക്സസൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോഡി സ്റ്റാമിന ലെവലൊക്കെ വന്ന് സെറ്റാവും. ഓക്കെ, അപ്പോൾ ഡെയിലി എക്സസൈസുകൾ ചെയ്യാം. ഞാൻ വാമപ്പ് എക്സസൈസ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. ബേസിക് ആയിട്ട് എക്സസൈസുകളൊക്കെ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതൊക്കെ ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അടവിലേക്ക് കിടക്കാം. ഓക്കെ, അത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് തട്ടടവ് ആണ്. തട്ടടവ് ആണ് എടുക്കാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നൃത്തത്തിലെ 3 ബേസിക് പൊസിഷൻസ് ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. 2 കാലും ചേർത്ത് വെച്ച് നിന്നാൽ സമമെന്നും, 2 കാലിന് സ്പ്ലിറ്റായി ഇങ്ങനെ ഇരുന്നാൽ അരമണ്ഡലം എന്നാണ് പറയുക. അരമണ്ഡലത്തില് നമ്മുടെ കാലിന്റെ ഈ ഗ്യാപ്പില് ഒരു ഡയമണ്ട് ഷേപ്പ് വരും. എങ്കിലാണ് അത് കറക്റ്റ് പോസ്ചർ ആവുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു പോർഷൻ കാണാൻ പാടില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. അതുകൊണ്ട് കൈ വിരൽ ഫോർ പിടിച്ചതിന് ശേഷം അരയിലൂത്താം. നിൽക്കുമ്പോൾ കണ്ടോ കൈ നിൽക്കുന്നത്? ഇങ്ങനെ വേണം നിൽക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ അരമണ്ഡല പൊസിഷൻ പഠിച്ചു. ഇനി ഇതിൽ നിന്ന് ഹീൽസ് ജസ്റ്റ് ഒന്ന് പൊക്കി അങ്ങനെ തന്നെ ഇരുന്നാൽ മുഴുമണ്ഡലം പൊസിഷനായി. അപ്പൊ 3 ബേസിക് പൊസിഷൻ പഠിച്ചു. അരമണ്ഡലം, മുഴുമണ്ഡലം. കൈ എങ്ങനെ വെക്കണം എന്നുള്ളതും നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന അടവാണ് എന്ത്? തട്ടടവ്. എന്താ തട്ടടവ്? ജസ്റ്റ് ടാപ്പ് ചെയ്ത് ചെയ്യുന്ന അടവ്, തട്ടിക്കളിക്കുന്ന അടവിനെയാണ് നമ്മൾ എന്ത് പറയാ? തട്ടടവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ തട്ടടവ് നമുക്ക് ചെയ്താലോ? നമ്മൾ ഡാൻസ് അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പറയും റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയും. ഡാൻസിൽ നമ്മൾ എന്താ പറയാ? എന്നാ പറയാ. നമ്മൾ ഏത് പൊസിഷനിലാണെന്നുണ്ടെങ്കിലും റെഡിയായി ആ കളിക്കാനുള്ള പോകുന്ന ഏത് പൊസിഷനിലേക്ക് അയച്ചാൽ അതിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചൊല്ലുന്നത്. ഓക്കെ, ഇതിന്റെ റൈറ്റ് സൈഡ് ആണ്. റൈറ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു കാലിലെ ഒരു ചവിട്ട്. അപ്പോ തട്ടടവ് 1. തെയ്യ 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 തെയ്യ. ഓക്കെ, ഇതാണ് ഞാനെല്ലാം ഫസ്റ്റ് സ്പീഡിലാണ് ചെയ്യുന്നത്. നൃത്തത്തില് 3 സ്പീഡിലാണ് നമ്മൾ ചെയ്തു പോവുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അവിടുന്ന് റിവേഴ്സ് ആയിട്ട്. ഓക്കെ, ഞാനിപ്പോൾ എല്ലാം കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് സ്പീഡിലാണ്. ഓക്കെ, ഇനി നമ്മൾ തട്ടടവ് 2 ചെയ്യുന്നത്. ഒരു കാലില് 2 ചവിട്ട്. തെയ്യ 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 തെയ്യ. കണ്ടോ? ഇതാണ് തട്ടടവ് 2. ഇനി തട്ടടവ് 3 പഠിച്ചാലോ? ഒരു കാലില് 3 ചവിട്ട് വന്നാൽ തട്ടടവ് 3 ആയി. കണ്ടോ? നോക്കൂ. തെയ്യ തെയ്യ കിട്ടത്തക്ക തെയ്യ തെയ്യ. കളിക്കുമ്പോൾ എപ്പോഴും ഈ ഉൾഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് വരണം. എങ്കിൽ മാത്രമേ കറക്റ്റ് ആവൂ. ഓക്കെ, ഒന്നുകൂടി ചെയ്യാൻ പോകുന്നത്. തെയ്യ തെയ്യ കിട്ടത്തക്ക തെയ്യ തെയ്യ. ഓക്കെ, ഇനി തട്ടടവ് 4 എങ്ങനെയാ ചെയ്യാം? ഒരു കാലില് 4 ചവിട്ട്. തെയ്യ 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 തെയ്യ
തെയ്യ തെയ്യ തെയ്യ്. ഇതാണ് തട്ടടവ് 4. 5. ഇനി തട്ടടവ് 5 ആണ്. എങ്ങനെ ചെയ്യാം? 1 2 3 4 5. കണ്ടോ? അതാണ് വന്ന് തെയ് 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 താം. നീ രണ്ടില്ല നോക്കിക്കോളൂ കേട്ടോ. തെയ് 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 താം. തക്ക തെയ് 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 താം. തെയ്